നിലപാടാണ് വരുന്നത്. ശ്രീ ജിതിൻ ദേവ്, സുവർണാവിസ്തരമാക്കി മാറ്റിയെടുത്തത് നിങ്ങളാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്തായാലും ഇപ്പോൾ ആ നിലപാടിലല്ല, യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നിങ്ങൾക്കൊരു തിരിച്ചടിയാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള തിരിച്ചടിയും ഇക്കാര്യത്തിൽ ഇല്ല മഞ്ജുഷ്. കാരണം ഞങ്ങള് പുരുഷ സമത്വത്തിനൊക്കെ അനുകൂലമായിട്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി വിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് റജി ലൂക്കോസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യക്കുന്നത്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്, ഞങ്ങളുടെ നിലപാട് തിരുത്തി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷെ നിങ്ങളല്ലേ ശ്രീ റജി ലൂക്കോസ് ഇരുട്ടിന്റെ മറവിൽ പോലീസിന്റെ സഹായത്തോടെ ഇവിടെ ആക്ടിവിസ്റ്റുകളെ ബിന്ദുവമ്മടിയെയും ശ്രീമതി കനകദുർഗയൊക്കെ വിളിച്ച് അവിടെ കയറ്റിയത്? നിങ്ങളല്ലേ അവർക്ക് സംരക്ഷണം കൊടുത്തത്? നിങ്ങളല്ലേ അവിടെ ഇരുമുടിക്കെട്ടി അഴിച്ച് പമ്പയില് ഇരുമുടിക്കെട്ട് അഴിച്ചിട്ട് പിന്നെ പരിശോധന നടത്തി മുകളിലേക്ക് അയ്യപ്പന്മാരെ കയറ്റിവിട്ടത്? നിങ്ങളല്ലേ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തർക്കെതിരെ കേസെടുത്തത്? എത്രയോ വീടുകൾ ചവിട്ടിപ്പൊളിച്ചു കയറി ചെറുപ്പക്കാരെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി. ഇന്നും ഒരു പാസ്പോർട്ട് എടുക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ കേസ് പറഞ്ഞ് കോടതി വരാന്ത കയറി ഇറക്കുന്ന എത്രയോ വിശ്വാസികളുണ്ട് ഈ കേരള സമൂഹത്തിൽ. നിങ്ങൾ എത്ര പ്രാവശ്യം യുവതീ പ്രവേശനം നടന്നതിന് ശേഷം നിങ്ങളുടെ നേതാവ് സ്വരാജ് അല്ലേ പ്രസംഗിച്ചത് അയ്യപ്പന്റെ ബ്രഹ്മചാരിത്വം നഷ്ടപ്പെട്ടു എന്ന്? ശ്രീമതി ടീച്ചർ അല്ലേ പറഞ്ഞത് സ്ത്രീകള് കുളിച്ച് ഈറനായിട്ട് അമ്പലത്തിൽ പോകുന്നത് വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്? അപ്പൊ ഇതൊക്കെ തിരുത്തി പറയാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് പരസ്യമായിട്ട് പറഞ്ഞുകൂടെ? നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത് ശ്രീ റജി ലൂക്കോസ്. എന്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീ വിശ്വാസ സമൂഹത്തെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് സ്വാമി അയ്യപ്പ സന്നിധിയിലേക്ക് സ്ത്രീകളെ പോലീസിന്റെ സഹായത്തിൽ ഇരുട്ടിൽ കയറ്റിക്കൊണ്ടുപോയത് തെറ്റായി പോയി? ഞങ്ങൾ തെറ്റ് ചെയ്തു, ഹരിഹരസുര അയ്യനയ്യപ്പ സ്വാമിയെ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് പറയാൻ ഉള്ള ഒരു തന്റെ ഇടം എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് ഇപ്പം അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന എം വി ഗോവിന്ദന് അതിനെ തള്ളി പറയാൻ സാധിക്കുന്നില്ല? അപ്പോ ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ടായപ്പോ ചാടിപ്പിടിച്ച് ഇതാ കിടക്കുന്നു, അവസരം കിട്ടി എന്ന്, സുവർണാവസരം കിട്ടി, ഇപ്പം ഞാൻ നവോത്ഥാന നായകനായി മാറാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വിശ്വാസ സമൂഹത്തെ മുഴുവൻ തെരുവിലേക്ക് ഇറക്കിവിട്ട് കള്ളക്കേസെടുത്ത് ഇങ്ങനെ വിശ്വാസ സമൂഹത്തെ മൊത്തം വഞ്ചിച്ച നിങ്ങളാണ്. ഇപ്പം നിങ്ങളാണ് രാഷ്ട്രീയം കളിക്കുന്നത്. വോട്ട് ബാങ്ക് 2019 മുതൽ ഇങ്ങോട്ട് മണ്ഡല മകരവിളക്ക് സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായില്ല ശബരിമലയിൽ. അപ്പോൾ ആരെയും യുവതികളെ കയറ്റുവാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചില്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കഴിഞ്ഞ 6 വർഷമായിട്ട് അത് തന്നെയാണ് ശ്രീ ജിതിൻ ദേവ്. അതിൽ മാറ്റമില്ല. സുപ്രീം കോടതിയിലാണ് മറിച്ചൊരു നിലപാടുണ്ടായിരുന്നത്. എവിടെയാണ് മഞ്ജുഷി നിലപാട് ഇവര് തിരുത്താൻ തയ്യാറായത്? ഇവർക്ക് തിരിച്ചടികൾ കിട്ടി തുടങ്ങിയ സമയത്ത് ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റിയതിനു ശേഷം വിശ്വാസ സമൂഹം മുഴുവൻ ഇവർക്കെതിരായി ചിന്തിച്ചു തുടങ്ങിയെന്നുള്ള ബോധം ഇവർക്ക് വന്ന സമയത്ത്, ആ ബോധ്യമുണ്ടായ സമയത്ത് ഇവർ നിലപാട് തിരുത്താൻ തയ്യാറായി. ഇവർക്ക് മനസ്സിലായി. കാരണം ഇവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഭാഗങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആകെപ്പാടെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. ഈ കേരളം എന്ന് പറഞ്ഞ കച്ചിത്തിരുമ്പും കൂടെ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യമാണെന്ന് പിണറായി വിജയൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അയ്യപ്പ സംഘടന. ഞാൻ റജി ലൂക്കോസിനോട് 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ആരാണ് ഈ 3000 ഡെലിഗേറ്റ്സ്? നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രശാന്ത് വന്നിരുന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുന്നുണ്ടല്ലോ 800 പേര് തമിഴ്നാട്ടിൽ നിന്ന്, 500 പേര് വിടുന്ന, 600 പേര് വിടുന്നൊക്കെ. ആരാണ് സാർ ഈ 3000 ഡെലിഗേറ്റ്സ്? ആരാണ്? എന്ത് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഡെലിഗേറ്റ്സിനെ തീരുമാനിച്ചത്? എന്തിനാണ് നിങ്ങൾ പമ്പയെ പോലുള്ള ഒരു പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്തിനെ ഈ പറഞ്ഞ നിങ്ങളുടെ രാഷ്ട്രീയ ഗിമിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ നിങ്ങൾ 3 കോടി കൊടുത്താൽ 3 ദിവസം കുളിച്ചു തൊഴാം, 1 കോടി കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം നിൽക്കാം, 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ആരാണ് ഈ പ്രിവിലേജ് വാസ്? മണി ചെയിൻ പരിപാടിയോ? പ്രിവിലേജ് വാസും ക്ലബ് മെമ്പർഷിപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ മഞ്ജുഷ് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ 3 കോടി കൊടുത്താൽ 3 ദിവസം കുളിച്ചാൽ? ആരാണ് സാർ പറഞ്ഞത്? രാഹുൽ ഈശ്വരോടെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ആചാരങ്ങളുണ്ടോ? 3 ദിവസം കുളിച്ചു തൊഴേണ്ട തരത്തിലുള്ള ഏതെങ്കിലും ആചാരങ്ങൾ ശബരിമലയിലുണ്ടോ? അപ്പോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് CPM ആണ്. നിങ്ങളെ ഈ പരിപാടി, ഈ പറഞ്ഞ തട്ടിപ്പ് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. കാരണം ജനങ്ങൾ ഇതൊക്കെ വീണ്ടും ചർച്ച ചെയ്യട്ടെ, വിശ്വാസികൾ ചർച്ച ചെയ്യട്ടെ. ജിതിൻ, പക്ഷെ നിങ്ങളുടെ ആ നിലപാടിലേക്ക് നിങ്ങളും BJPയും നിലപാട് തിരുത്തിയതാണല്ലോ ഈ വിഷയത്തിൽ. അത് വിശ്വാസികളുടെ സന്ദേഹം കണ്ടറിഞ്ഞ് തന്നെ നിങ്ങൾ തിരുത്തി. CPM തിരുത്തി കൂടാ എന്നില്ലല്ലോ. അങ്ങനെ CPM തിരുത്തുന്നു. എനിക്കൊറ്റ ഇതേ ഉള്ളൂ, അത് തുറന്നു പറയാൻ CPM തയ്യാറാവുന്നില്ല എന്നതിൽ മാത്രമേ ഞാൻ ചോദ്യം ഉന്നയിക്കുന്നുള്ളൂ. മനുഷ്യ 3 കാര്യങ്ങൾ പരസ്യമായിട്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ റിവ്യൂ പെറ്റീഷന് വേണ്ടിയിട്ട് ഞങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് കൂടിയാലോചനയ്ക്കാണ്. ഇവിടെ പിന്നെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള സഹായവും എല്ലാം ചെയ്തു കൊടുത്തത് ഈ പറഞ്ഞത് കേരള ഗവൺമെന്റിന്റെ പോലീസല്ലേ? ഒരു DGP ADGP ശ്രീ ശ്രീജിത്ത് അവിടെ പോയി കണ്ണീരോടെ തൊഴുത് നമ്മൾ കണ്ടതല്ലേ? എന്തുകൊണ്ട് സ്ത്രീകളെ ആക്ടിവിസ്റ്റുകളെ കയറ്റിയ ഇവർ തിരുത്തി പറയാൻ തയ്യാറാകുന്നില്ല? ശ്രീ പിണറായി വിജയൻ പറയട്ടെ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, അപരാധമാണ് ഞങ്ങൾ ചെയ്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അപരാധമാണ് ഞങ്ങൾ ചെയ്തത്. തിരുത്താൻ തയ്യാറാവട്ടെ. പരസ്യമായിട്ട് വിശ്വാസ സമുദ്രം മാപ്പുറട്ടെ. BJPയുടെ ഒന്നും മാപ്പുറേണ്ട, പരസ്യമായിട്ട് വിശ്വാസ സമുദ്രം മാപ്പുറട്ടെ. 1. 2, ഈ 3000 ഡെലിഗേറ്റ്സ്
ആരാണ് ഈ 3000 ഡെലിഗേറ്റ്സ്? അവരെ എങ്ങനെ തെരഞ്ഞെടുത്തു? ഏത് കാറ്റഗറി അടിസ്ഥാനത്തിലാണ്? മൂന്നാമത്തെ കാര്യം, എന്തിനാണ് ഈ ക്ലബ് മെമ്പർഷിപ്പ്? അപ്പൊ ഇവര് ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് കുറെ തട്ടിപ്പ് നടത്തി ഇവിടെ ഒന്നും ആരും വരുന്നില്ല. എന്നാ പിന്നെ അയ്യപ്പനെ കൂട്ടുപിടിച്ചേക്കാം, അയ്യപ്പന്റെ പേരിൽ എന്തെങ്കിലും കാശ് ഒപ്പിക്കാം, ഒപ്പം കിട്ടുമെങ്കിൽ കുറച്ച് വിശ്വാസികളെ വോട്ടും വാങ്ങാം. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ ഇവർക്ക് ഇതിനകത്ത് എന്നാണ് CPM വിശ്വാസത്തെ അനുകൂലിച്ച് സംസാരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ തത്വശാസ്ത്രത്തെ മുഴുവൻ ഇവർ തെള്ളിപ്പറയുമോ? കാറൽ മാർക്സിനെ തെള്ളിപ്പറയുമോ? ഇവർക്ക് ഇതൊന്നും സാധിക്കില്ല. ഇവര് എല്ലായിടത്തും വോട്ട് ബാങ്ക് രാഷ്ട്രീയം. എങ്ങനെയാണോ ഇത്രയും കാലം ന്യൂനപക്ഷങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്, അതേപോലെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെയും ഭൂരിപക്ഷ വിശ്വാസികളെയും വഞ്ചിക്കാൻ ഇറങ്ങുകയാണ്. റജി ലൂക്കോസ് ചോദിക്കുന്ന കേട്ടു, മുസ്ലിം ലീഗ് പിന്തുണച്ചില്ലേ എന്ന്. മുസ്ലിം ലീഗ് ആണോ തീരുമാനിക്കുന്നത് കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ച്? ഒരു പാർട്ടിയുടെ പേരിൽ പോലും മതം പേറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ വിശ്വാസ സമൂഹം മൊത്തം അംഗീകരിക്കണമെന്നുണ്ടോ? നിങ്ങൾ എന്തെല്ലാം ദ്രോഹങ്ങൾ ഈ വിശ്വാസ സമുദായം ചെയ്തു? ഈ BJPയുടെ അന്നത്തെ കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ നിങ്ങൾ എവിടെയെല്ലാം കൊണ്ടു നടന്നു ശ്രീ റജി ലൂക്കോസ്? കോഴിക്കോടും തിരുവനന്തപുരത്തും സുവർണാവസരം എന്ന് പറഞ്ഞതും ഒരു BJP നേതാവ് തന്നെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് സുപ്രീം കോടതിയിൽ